അമേരിക്കൻ കോൺഗ്രസിലെ ഹൗസ് ആൻഡ് സർവീസ് കമ്മിറ്റി ഹിയറിംഗിനിടെ അരങ്ങേറിയ നാടകരംഗങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ കോൺഗ്രസ് അംഗം യുജിൻ വിൻമാനും പിറ്റ് ഹെഗ്സെത്തും തമ്മിലുണ്ടായ വാഗ്വാദം അത്യന്തം വ്യക്തിപരമായ തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന ഗൗരവകരമായ ചോദ്യങ്ങൾക്കിടയിൽ വിൻമാൻ നടത്തിയൊരു പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു. ഇറാനിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് വ്യക്തമാക്കണമെന്ന് വിൻമാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ ആക്രമണങ്ങൾ നടത്താൻ ഉത്തരവിട്ടത് ആരാണെന്നും അതിന്റെ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും അദ്ദേഹം ഹെക്സത്തിനോട് ചോദിച്ചു. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്നതിന് പകരം പ്രസിഡന്റിന് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിലുള്ള അധികാരത്തെക്കുറിച്ചാണ് ഹെക്സത്ത് സംസാരിച്ചത്. പ്രസിഡന്റിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെ മുൻനിർത്തി ഹെക്സത്ത് നടത്തിയ പ്രതിരോധം വിൻമാനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഒരു വലിയ യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ വ്യക്തമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാകണമെന്ന നിലപാടിലായിരുന്നു വിൻമാൻ. എന്നാൽ സൈനിക തീരുമാനങ്ങൾ പ്രസിഡന്റിന്റെ മാത്രം വിവേചനാധികാരമാണെന്ന വാദത്തിൽ ഹെക്സത്ത് ഉറച്ചുനിന്നു. ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഹെക്സത്തിന്റെ മറുപടികളിലെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വിൻമാൻ നടത്തിയ ബ്ലെയിമിംഗ് ഡാഡി എന്ന പ്രയോഗം സദസ്സിനെ ഒന്നടങ്കം ഞെട്ടിച്ചു. പ്രതിസന്ധികൾക്ക് കാരണം പ്രസിഡന്റ് ആണെന്ന് വരുത്തി തീർത്ത് ഹെക്സത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും സ്വന്തം പിതാവിനെ പോലെ കാണുന്ന ഒരാൾക്ക് മേൽ കുറ്റം ചാർത്തി ഒഴിഞ്ഞു മാറുകയാണ് ഹെക്സത്ത് ചെയ്യുന്നതെന്നുമാണ് വിൻമാൻ ഇതിലൂടെ അർത്ഥമാക്കിയത്. ഡൊണാൾഡ് ട്രംപും ഹെക്സത്തും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ഈ പരാമർശം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഒരു ഔദ്യോഗിക ചർച്ചയ്ക്കിടയിൽ ഇത്തരമൊരു വ്യക്തിപരമായ അധിക്ഷേപം പാടില്ലെന്നായിരുന്നു അവർ വാദിച്ചത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥർ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പതിവാണെന്നും അതിനുള്ള കൃത്യമായ മറുപടിയാണിതെന്നും വിൻമാനെ അനുകൂലിക്കുന്നവർ പറയുന്നു. ഈ വാഗ്വാദം കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് അമേരിക്കയുടെ ഇറാൻ നയത്തെക്കുറിച്ചുള്ള ആഭ്യന്തരമായ ഭിന്നതകളുടെ പ്രതിഫലനം കൂടിയാണ്. ഇറാനുമായി ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്നത് അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസിലുണ്ട്. അവരുടെ ആശങ്കകളെയാണ് വിൻമാൻ ഈ ചോദ്യങ്ങളിലൂടെ പ്രതിനിധീകരിച്ചത്. ഹെക്സത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹിയറിംഗ് ഒരു വലിയ പരീക്ഷണമായിരുന്നു. ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ വിൻമാനെ പോലെ സൈനിക പശ്ചാത്തലമുള്ള ഒരാളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് പലപ്പോഴും പതറേണ്ടി വന്നു. യുദ്ധത്തിന്റെ നിയമപരമായ വശങ്ങളെക്കാൾ രാഷ്ട്രീയമായ വശങ്ങൾക്കാണ് ഹെക്സത്ത് പ്രാധാന്യം നൽകിയത്. വിൻമാന്റെ പരാമർശം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ട്രംപ് അനുകൂലികൾ ഇതിനെതിരെ രംഗത്തെത്തി. രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഇത്തരത്തിൽ തരം താഴ്ന്ന രീതിയിൽ പരാമർശിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ പ്രസ്താവനകളിൽ പറഞ്ഞു. എന്നാൽ വിൻമാൻ തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഭരണകൂടം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാൻ യുദ്ധം അമേരിക്കൻ രാഷ്ട്രീയത്തെ എത്രത്തോളം വിഭജിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും ഐക്യമില്ലാത്ത സാഹചര്യം ശത്രു രാജ്യങ്ങൾക്ക് ഗുണകരമാകുമെന്ന് സൈനിക നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസിനുള്ളിലെ ഈ വിള്ളലുകൾ ലോകത്തിന് നൽകുന്ന സന്ദേശം അശുഭകരമാണ്. ഡാഡി എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള ട്രോളുകൾക്കും ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. ട്രംപും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും തമ്മിലുള്ള അന്ധമായ ആരാധനയെയാണ് വിൻമാൻ ലക്ഷ്യം വെച്ചത്. അധികാരത്തിലുള്ളവരോടുള്ള ഈ വിധേയത്വം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. യുദ്ധകളത്തിലെ നീക്കങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഭരണകൂടം വിസമ്മതിക്കുന്നതും പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നുണ്ട്. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളാണെന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയാണ് ഇവിടെയും പ്രകടമായത്. എന്നാൽ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന യുദ്ധത്തിന്റെ വിവരങ്ങൾ അറിയാൻ അവർക്ക് അവകാശമുണ്ടെന്ന് വിൻമാൻ വാദിച്ചു. ഹെക്സത്തിനെതിരെയുള്ള ഈ നീക്കം ട്രംപിന്റെ വിശ്വസ്തരെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതൊരു പ്രധാന പ്രചരണ വിഷയമായി മാറിയേക്കാം. സൈന്യത്തെയും കമാൻഡർ ഇൻ ചീഫിനെയും അപമാനിക്കുന്ന നടപടിയായാണ് ഇതിനെ റിപ്പബ്ലിക്കൻ വിഭാഗം ചിത്രീകരിക്കുന്നത്. ഇറാൻ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ മേഖലയിൽ കൂടുതൽ അസ്ഥിരതയുണ്ടാക്കുമെന്ന് വിൻമാൻ വിശ്വസിക്കുന്നു. നയതന്ത്രപരമായ വഴികൾ തേടുന്നതിന് പകരം
സൈനിക ശക്തി ഉപയോഗിക്കുന്നത് ഗുണകരമാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഹെക്സത്തിനോടുള്ള അദ്ദേഹത്തിന്റെ രോഷത്തിന് പിന്നിലെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഈ വാഗ്വാദത്തിന്റെ ദൃശ്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം കണ്ടത്. രാഷ്ട്രീയ ചർച്ചകൾ എത്രത്തോളം വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ഉദാഹരണമായി ഇത് മാറിക്കഴിഞ്ഞു. അമേരിക്കൻ ജനാധിപത്യത്തിലെ മാറ്റങ്ങൾ ലോകം അതീവ താല്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. സത്യത്തിൽ ഹെക്സത്ത് പറയുന്നത് പോലെ പ്രസിഡന്റിന് യുദ്ധം പ്രഖ്യാപിക്കാനും സൈനിക നീക്കങ്ങൾ നടത്താനും അധികാരമുണ്ട്. എന്നാൽ ആ അധികാരത്തിനു മേൽ കോൺഗ്രസിന് മേൽനോട്ടം വഹിക്കാനുള്ള അവകാശവുമുണ്ട്. ഈ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള വടംവലിയാണ് വൈറ്റ് ഹൗസ് ഹിയറിംഗിൽ നിഴലിച്ചത്. വിൻമാന്റെ ഈ പ്രയോഗം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയേക്കാം. ട്രംപ് വിരുദ്ധ പക്ഷത്തെ ഒരു ശക്തനായ നേതാവായി അദ്ദേഹം വളരുന്നതിന്റെ സൂചനയാണിത്. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും ഭയമില്ലാതെ സംസാരിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പ്രശംസിക്കപ്പെടുന്നുണ്ട്. അതേസമയം ഹെക്സത്ത് കാണിച്ച സംയമനം അദ്ദേഹത്തിന്റെ അനുയായികൾക്കിടയിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അധിക്ഷേപങ്ങൾക്കിടയിലും താൻ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. യുദ്ധമുഖത്ത് നിൽക്കുന്ന സൈനികർക്ക് ഈ ചർച്ചകൾ നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇറാൻ യുദ്ധത്തിന്റെ കനലുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ കോൺഗ്രസിലെ ഈ പോരാട്ടം അതിന്റെ പ്രതിഫലനം മാത്രമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത വാഗ്വാദങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. വിൻമാൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഭരണകൂടം എന്തെങ്കിലും മറുപടി നൽകുമോ എന്നത് കണ്ടറിയണം. യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും അതിന്റെ ലക്ഷ്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങളുടെ ഡാഡി ട്രംപ് ഇത് കേട്ടാൽ സന്തോഷിക്കില്ല എന്ന പ്രയോഗം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ഡയലോഗായി മാറിക്കഴിഞ്ഞു. ഇത് കേവലം ഒരു തമാശയല്ല, മറിച്ച് അധികാരത്തിന്റെ ഇടനാഴികളിലെ അന്ധമായ വിധേയത്വത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ്. യുദ്ധവും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.